ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട 50 ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വരാനിരിക്കുന്ന VFA, LDC, LGS പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിഫെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? നിഫെ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അകമയുള്ള ഭാഗമായിട്ടുള്ള അകക്കാമ്പിനെ വിളിക്കുന്ന പേരാണ് നിഫെ. നിക്കലും ഫെറം, ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സമൃദ്ധമായിട്ടുള്ളൊരു ശേഖരം ഉള്ളതുകൊണ്ടാണ് അകക്കാമ്പിനെ നിഫെ എന്നൊരു പേര് കൊടുത്തേക്കുന്നത്. ബാരിസ്ഫിയർ എന്നറിയപ്പെടുന്നത് കാമ്പാണ്. കാമ്പിനെയാണ് ബാരിസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. മാൻഡിലിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭൂമിയുടെ ഉൾഭാഗം അല്ലെങ്കിൽ പാളിയാണ് കാമ്പെന്ന് പറയുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6400 കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഇത് ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ്. അടുത്തത്, ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്തിനെ തമ്മിൽ വേർതിരിക്കുന്നു? കോറിനെയും മാൻഡിലിനെയും. കാമ്പിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. അടുത്തത്, വടക്ക് കിഴക്കൻ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളുടെ സംഗമസ്ഥാനമാണ് ITCZ, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോണ്. ഇവിടെയാണ് വടക്ക് കിഴക്കൻ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്നത്. അടുത്ത ചോദ്യം, വാണിജ്യവാദ മേഖലയെ വിളിക്കുന്ന പേര്. വാണിജ്യവാദങ്ങൾ വീശുന്ന ആ മേഖലയെ വിളിക്കുന്ന പേര് ഹാർട്ട്ലി സെൽ എന്നാണ്. ഹാർട്ട്ലി സെൽ എന്ന് പറയുന്നത് വാണിജ്യവാദങ്ങൾ വീശുന്ന മേഖലയാണ്. അടുത്തത്, ഭൂമധ്യരേഖാ പ്രദേശത്ത് പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖാ പ്രദേശത്ത് പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് സംവഹന വൃഷ്ടി. ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയോടുകൂടിയ മഴ, ഇതൊരു ഭൂമധ്യരേഖാ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം നീരാവി, നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നീരാവി ബാഷ്പീകരണ തോത് അവിടെ കൂടുതലാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംവഹന വൃഷ്ടി അവിടെ സംഭവിക്കുന്നത്. അടുത്തത്, പുതിയ എക്കൽ മണ്ണ് നിക്ഷേപത്തെ വിളിക്കുന്ന പേര് ഗാദർ. പുതിയ എക്കൽ മണ്ണ് നിക്ഷേപമാണ് ഗാദർ. പഴയ എക്കൽ മണ്ണ് നിക്ഷേപത്തെ ബങ്കർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഴയ എക്കൽ മണ്ണ് നിക്ഷേപം ബങ്കർ. അടുത്തത്, പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയുടെ ഭാഗം. പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയുടെ ഭാഗമാണ് ചോലിസ്ഥാൻ മരുഭൂമി. ചോലിസ്ഥാൻ മരുഭൂമി പാകിസ്ഥാനിലാണ്. അത് താർ മരുഭൂമിയുടെ ഭാഗമാണ്, പാകിസ്ഥാനിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുവിൻ്റെ അതിശക്തമായ വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുവിൻ്റെ അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹം. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, മഴ, മഞ്ഞ് ഇതെല്ലാം കാണപ്പെടുന്നത് അത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളിയാണ്. അവിടെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത്. അടുത്തത്, ആരവല്ലി നിരയിലെ ഉയർന്ന കൊടുമുടിയാണ് ഗുരുഷിഖാർ. ഗുരുഷിഖാർ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി. 1722 മീറ്ററാണ് ഗുരുഷിഖാർ കൊടുമുടിയുടെ ഹൈറ്റ്. ഇത് ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമാണ്. അടുത്തത്, കാക്രപ്പാറ ആണവ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കാക്രപ്പാറ ആണവ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓർമ്മിച്ചു വെക്കുക, റാവൽബട്ട രാജസ്ഥാനാണ്, കൈഗ കർണാടകയാണ്, താരാപൂർ മഹാരാഷ്ട്ര, കൂടംകുളം തമിഴ്നാട്. ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, 1904 ഇന്ത്യയിൽ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല സ്ഥാപിച്ചത് എവിടെയാണ്? ചെന്നൈ. ചെന്നൈയിലായിരുന്നു 1904 ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല സ്ഥാപിച്ചത്. ആകാശീയ ഛായാചിത്രങ്ങളെ ത്രിമാന രൂപത്തിൽ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ആകാശീയ ഛായാചിത്രങ്ങളെ ത്രിമാന രൂപത്തിൽ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓരോ വസ്തുവിൽ നിന്നും പ്രതിഫലിക്കുന്ന ചിതറിയ തരംഗങ്ങളുടെ അളവിനെ വിളിക്കുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്നാണ്. ഓരോ വസ്തുവിൽ നിന്നും പ്രതിഫലിക്കുന്ന ചിതറിയ തരംഗങ്ങളുടെ അളവാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. അടുത്തത്, ശിലാമണ്ഡല ഫലകം സമുദ്രാന്തർഭാഗത്തേക്ക് താഴ്ന്നു പോകുന്ന മേഖലയാണ് നിമഞ്ജന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ എന്നറിയപ്പെടുന്നത്. ശിലാമണ്ഡല ഫലകം
സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഉൾഭാഗത്തേക്ക് താഴ്ന്നു പോകുന്ന മേഖലയാണ് നിമജ്ജന മേഖല. അപ്പോൾ ഈ ചലഞ്ചർ ഡീപ്പൊക്കെ അതിന് ഉദാഹരണമാണ്. അടുത്തത് ജലസംഭരണ ടാങ്കുകൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ എന്നിവയിൽ സ്ഥലത്തിൻ്റെ ഉയരം രേഖപ്പെടുത്തുന്നത്. അതായത് ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുമ്പോൾ ജലസംഭരണ ടാങ്കുകളും കെട്ടിടങ്ങളും ഇതിൻ്റെയൊക്കെ ഹൈറ്റ് രേഖപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബെഞ്ച് മാർക്ക്. അടുത്തത് ധരാതലീയ ഭൂപടത്തിൽ മഞ്ഞ നിറം ഉപയോഗിക്കുന്നത് കൃഷിസ്ഥലത്തെ സൂചിപ്പിക്കാനാണ്. വെള്ളയാണെങ്കിൽ തരിശുഭൂമി, കറുപ്പാണെങ്കിൽ വറ്റിയ കിണറുകൾ, ഇനി നീലയാണെങ്കിൽ നല്ല വെള്ളമുള്ള കിണറുകൾ, പച്ചയാണെങ്കിൽ നൈസർഗിക സസ്യജാലങ്ങൾ, തവിട്ടു നിറമാണെങ്കിൽ മണൽക്കൂനകൾ, ഇവയൊക്കെയാണ് ധരാതലീയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന അംഗീകരിച്ചിട്ടുള്ള നിറങ്ങൾ. അടുത്തത് ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ ഏത് ദിശയിലാണ് വീശുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ എതിർ ഘടികാര ദിശയിലാണ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഘടികാര ദിശയിലാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത്. അടുത്തത് ടൊർണാഡോ ഒരു ഡേഷാണ്. ടൊർണാഡോ ഉഷ്ണമേഖല ചക്രവാതമാണ്. ഉഷ്ണമേഖലാ ചക്രവാതമാണ് ടൊർണാഡോ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഗിരികന്ധരമാണ് ഗ്രാൻഡ് കാന്യോൺ. കൊളറാഡോ നദിയുടെ ഒഴുക്കാണ് ഗ്രാൻഡ് കാന്യോൺ എന്ന ഗിരികന്ധരത്തിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഗിരികന്ധരമാണ്. അടുത്തത് മെർക്കാറ്റർ ഭൂപ്രക്ഷേപത്തിൽ വരയ്ക്കുന്ന നേർരേഖയാണ് ലെക്സോഡ്രം. ലെക്സോഡ്രം മെർക്കാറ്റർ ഭൂപ്രക്ഷേപത്തിൽ വരയ്ക്കുന്ന നേർരേഖയാണ്. ധരാതലീയ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് കോണ്ടൂർ രേഖകൾ. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഇനി അടുത്തത് സ്പോട്ട് ഹൈറ്റ്. ഭൂപ്രതലത്തിലെ ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിനാണ് സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കുക. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിനാണ് സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈസ്റ്റിങ്സ്, വടക്ക് തെക്ക് ദിശയിലുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. ഇതിൻ്റെ മൂല്യം കിഴക്ക് ദിശയിൽ ക്രമമായിട്ട് കൂടും. ഇനി നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള രേഖകളാണ് നോർത്തിങ്സ്. ഇവയുടെ മൂല്യം എന്ന് പറയുന്നത് വടക്ക് ദിശയിലാണ് ക്രമമായിട്ട് കൂടുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസിനാണ് ഈസ്റ്റിങ്സും അതുപോലെ നോർത്തിങ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഭൂപടത്തിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പാന്തോഗ്രാഫ്. ഭൂപടത്തിൻ്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണം പാന്തോഗ്രാഫാണ്. ഭൂപടത്തിൻ്റെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ഭൂപടത്തിൻ്റെ വിസ്തീർണം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലാനിമീറ്റർ. അടുത്ത ചോദ്യം, സമുദ്ര നിരീക്ഷണത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം IRS-P4. സമുദ്ര നിരീക്ഷണത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് IRS-P4. അടുത്തത്, ഭൂവിവര വ്യവസ്ഥയിൽ സ്ഥാനീയ വിവരങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രീതിയാണ് വെക്ടറൈസേഷൻ. ഭൂവിവര വ്യവസ്ഥയിൽ സ്ഥാനീയ വിവരങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രീതി വെക്ടറൈസേഷൻ. അടുത്ത ചോദ്യം, അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. അടുത്തത്, പശ്ചിമവാത പ്രവാഹം സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് പശ്ചിമവാത പ്രവാഹം. അടുത്തത്, ഫ്ലോറിഡ ഉഷ്ണജല പ്രവാഹം സ്ഥിതി ചെയ്യുന്നത് ഏതു സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഫ്ലോറിഡ. അടുത്തത്, ആന്തര ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ആന്തര ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ബസാൾട്ട് ബാഹ്യ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത്, ശിലകളുടെ ഉപരിതലം പാളിയായി ഇളകി മാറുന്ന പ്രതിഭാസമാണ് എക്സ്ഫോളിയേഷൻ. ശിലകളുടെ ഉപരിതലം പാളിയായി ഇളകി മാറുന്ന പ്രതിഭാസം എക്സ്ഫോളിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹമാണ് ലാബ്രഡോർ. ലാബ്രഡോർ സമുദ്രജല പ്രവാഹം സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇതൊരു ശീതജല പ്രവാഹമാണ്. അടുത്തത്,
പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് നോർവെസ്റ്റർ. പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സ്ഥലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് നോർവെസ്റ്റർ ആണ്. അടുത്തത് ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റാണ് മിസ്ട്രൽ. മിസ്ട്രൽ ഒരു പ്രാദേശിക വാദമാണ്. ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്കാണ് മിസ്ട്രൽ വീശുന്നത്. അടുത്തത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം ഏത് തരം പർവ്വതത്തിന് ഉദാഹരണമാണ്? ഖണ്ഡപർവ്വതം. ഖണ്ഡപർവ്വതമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലാണ്. അടുത്തത് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അടുത്തത് ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖമാണ് കാണ്ഡ്ല തുറമുഖം. ഇത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് കാണ്ഡ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വേലിയേറ്റ തുറമുഖമാണ്. അടുത്തത് 3 രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. 3 രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. അടുത്ത ചോദ്യം, സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ. സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്നത് ഡൽഹിയെയും മുംബൈയെയും ചെന്നൈയെയും കൊൽക്കത്തയും തമ്മിലാണ്. ഡൽഹി, മുംബൈ ആൻഡ് ചെന്നൈ, കൊൽക്കത്ത. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, തുല്യ മൂടൽമഞ്ഞുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ് ഐസോറൈംസ്. ഐസോറൈംസ് തുല്യ മൂടൽമഞ്ഞുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയാണ്. അടുത്തത്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്തയെയും അമൃതസറിനെയും തമ്മിൽ. പഞ്ചാബിലെ അമൃതസർ കൊൽക്കത്തയെയും തമ്മിലാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. ഇത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. ഇത് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. സുനാമി മുൻകൂട്ടി അറിയാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഡാർട്ട്, ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഇന്ത്യയുടെ സുനാമി അറിയാനുള്ള സംവിധാനമാണ്. ഇന്ത്യയുടെ എന്നല്ല, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സുനാമി അറിയാനുള്ള സംവിധാനം ഡാർട്ട്, ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. അടുത്തത്, ആകാശത്തിലെ ഉയർന്ന ഭാഗങ്ങളിൽ പക്ഷികളുടെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘമാണ് സിറസ് മേഘം. ആകാശത്തിലെ ഉയർന്ന ഭാഗങ്ങളിൽ പക്ഷികളുടെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘം സിറസ് മേഘമാണ്. പർവ്വത ചെരിവുകളിലെ ഹിമാനിക്ക് ഉദാഹരണമാണ് മലാസ്പീന. അലാസ്കയിലെ മലാസ്പീന പർവ്വത ചെരിവുകളിലെ ഹിമാനിക്ക് ഉദാഹരണമാണ്. അടുത്തത്, ഗഗൻയാൻ ദൗത്യത്തിൽ ഇന്ത്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയും. ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള ISROയുടെ ദൗത്യമാണ്. ഇതിന് സഹായിക്കുന്ന രാജ്യങ്ങൾ ഫ്രാൻസ് ആൻഡ് റഷ്യ. അടുത്തത്, ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ മുഖത്തല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്താണ് കൊല്ലം ജില്ലയിലെ മുഖത്തല. അടുത്തത്, ബലകൃതമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ലോയ്സ്. ബലകൃതമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം ലോയ്സ്. മഞ്ഞ്, മഴയൊക്കെ കൊണ്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ് ഏതുണ്ടാവുന്നത്? ലോയ്സ് എന്ന് പറയുന്ന അവസാദ ശില ഉണ്ടാകുന്നത്. മണൽക്കല്ലൊക്കെ അതിന് ഉദാഹരണമാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. അടുത്തത്, അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവ് 78.08% അന്തരീക്ഷത്തിലെ നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 50 ജിയോഗ്രഫി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വരാനിരിക്കുന്ന LGS, LDC, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, ബെബ്കോ LDC ഈ എക്സാമിനൊക്കെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. താങ്ക്